ഹായ്, എല്ലാവർക്കും നമസ്കാരം. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. 4 സെൻറ് സ്ഥലത്ത് 1780 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട്. ബസ് റൂട്ടിൽ നിന്നും ഒരു 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ടാർ റോഡിൽ നിന്നും വെറും 100 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വീടിൻ്റെ മതിൽ വളരെ സിമ്പിളായിട്ട് നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. മതിലിൽ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചുള്ള ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യവും ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് സൗകര്യവും. മുറ്റത്ത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. വൈറ്റും ബ്ലാക്കും ഗ്രേയും കലർന്ന ഇന്റർലോക്കിംഗ് ബ്രിക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം ഇന്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു. ഈ വീട് നിൽക്കുന്നത് നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ്. കിണർ വെള്ളമാണ് ഇവിടെ വെള്ളത്തിനായി ആശ്രയിക്കുന്നത്. KWA വാട്ടർ കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. വീടിന്റെ പുറകുവശത്താണ് കിണർ വരുന്നത്. കിഴക്കോട്ടാണ് വീടിന്റെ ദർശനം വരുന്നത്. വടക്ക് കിഴക്കേ മൂലയിലാണ് കിണർ വരുന്നത്. മനോഹരമായിട്ടുള്ള ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ അകത്തുള്ള വിശേഷങ്ങൾ നോക്കാം. വീടിന് അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. വലിയ നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ക്ലാഡിംഗ് സ്റ്റോണുകൾ നൽകിയിരിക്കുന്നു. ഫ്രണ്ട് ഡോർ വരുന്നത് തേക്കൂട്ടിലാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല വലിപ്പമുള്ളതാണ് ലിവിംഗ് സ്പേസ്. വെറ്റിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. വെന്റിലേഷന് വേണ്ടി ഇരുവശത്തും 3 പാളിയുള്ള ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും മികച്ച രീതിയിൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഏരിയയിലാണ് ഡൈനിങ് സ്പേസ് നൽകുന്നത്. സ്റ്റെയർ പോകുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. അതിന് അടിയിലായിട്ട് വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസും അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ മികച്ച രീതിയിൽ നൽകിയിട്ടുണ്ട്. വാഷ് കൗണ്ടറിന്റെ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. ഇതാണ് കിച്ചൺ. വിശാലമായിട്ടുള്ളത് തന്നെയാണ് കിച്ചൺ. ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റിലാണ്. എൽ ഷേപ്പിലാണ് ടേബിൾ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് കളറുള്ള വാൾ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് വരുന്നത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ആ ബെഡ്റൂമിലേക്കാണ്. ഇരുവശത്തും ജനലുകൾ വരുന്നുണ്ട്. ഒരു ഭിത്തിയിൽ മാത്രം കളർ അല്പം വ്യത്യാസമുള്ളത് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. മനോഹരമായിട്ടുള്ളതാണ് ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിംഗ്സുകൾ എല്ലാം വരുന്നത്. താഴത്തെ നിലയിൽ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പുകളിൽ വുഡൻ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലാണ്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് അപ്പർ ലിവിംഗ് ഏരിയ. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് മുകളിലേക്കുള്ള 2 ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം. ഒരു ഭിത്തിയിലുള്ള കളർ മാത്രം അല്പം വ്യത്യാസം വന്നിരിക്കുന്നു. ഇരുവശത്തും ജനലുകൾ വരുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവുമുണ്ട്.
കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം 10 കിലോമീറ്ററാണ്. കളക്ടറേറ്റിലേക്കും ഏകദേശം അത്ര തന്നെ ദൂരം വരും. ആലുവയ്ക്ക് പോകുന്നതിനും എളുപ്പമാണ്. ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് 700 മീറ്റർ മാത്രമാണ്. ചർച്ചുകൾ, മോസ്കുകൾ, മറ്റ് ആരാധനാലയങ്ങൾ എന്നിവ ഈ വീടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, മെയിൻ ജംഗ്ഷൻ എന്നിവ ഈ വീടിനോട് വളരെ ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ ഇവിടെയാണ്. മുകളിലേക്ക് പോകുന്നതിനായിട്ട് ഇവിടെ നിന്ന് സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ബാൽക്കണിയാണ് നോക്കുന്നത്. ഇതാണ് ബാൽക്കണി. വിശാലമായിട്ടുള്ളത് തന്നെയാണ് ബാൽക്കണി. ഹാൻഡിലുകൾ ഗ്ലാസിലും സ്റ്റീലിലുമായിട്ട് നൽകിയിരിക്കുന്നു. ഒരു പില്ലർ വരുന്നുണ്ട്. ഇവിടെ ഒരു പറക്കോളയും നൽകിയിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 സെന്റിലാണ് വീട് വരുന്നത്. 1780 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുള്ള 2 വാഹന പാർക്കിംഗ് സൗകര്യമുള്ളത്. വീടിന്റെ വില ചോദിക്കുന്നത് 68 ലക്ഷം രൂപയാണ്. പക്ഷെ നെഗോഷ്യബിൾ ആണ്. വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.